വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ കുട്ടനാട്ടിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. പിണറായി വിജയൻ സർക്കാർ ജനകീയ പ്രതിഷേധത്തിൽ തകർന്നടിയുന്ന കാലം വിദൂരമല്ലെന്നും നേതാക്കൾ. കോൺഗ്രസ് കുട്ടനാട് നോർത്ത് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച വൈകിട്ടാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കിടങ്ങറയിൽ നടത്തിയ പ്രതിഷേധ സദസ്സ് DCC ജനറൽ സെക്രട്ടറി K. ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടത് സഹയാത്രികരായ സാഹിത്യ നായകരും സാംസ്കാരിക നേതാക്കളും വരെ അഴിമതിക്കും ധൂർത്തിനും സർവാധിപത്യത്തിനുമെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയത് ജനവികാരത്തിന്റെ നേർസാക്ഷ്യമാണെന്ന് ഗോപകുമാർ അഭിപ്രായപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കൽത്തുറുങ്കിനുള്ളിൽ കിടക്കുന്നു. സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കണം, എന്തിനു വേണ്ടി? നവകേരള യാത്രയുടെ ധൂർത്തിനെതിരെ പ്രതികരിച്ചതിനോ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങൾ വീർപ്പുമുട്ടി കഴിയുന്ന ഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം 20 മന്ത്രിമാർ 1 കോടി 1.5 കോടി രൂപ വില വരുന്ന ബസ്സിലങ്ങനെ യാത്ര ചെയ്യുകയാണ്, ഉല്ലാസയാത്ര നടത്തുകയാണ്. ഈ ധൂർത്തിനെതിരെ പ്രതികരിച്ചു എന്നുള്ളതാണ്, യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലുള്ള തെറ്റ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 2ാം ലോക മഹായുദ്ധകാലത്ത് പോലും കരിം പ്രതിഷേധം അത് അനുവദനീയമായിരുന്നു, അത് ജനാധിപത്യപരമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിനെതിരെ കരിങ്കൊടി കാട്ടിയിട്ടുണ്ട്. ഏകാധിപതികളായ ഹിറ്റ്ലർക്കും മുസോളിനിക്കും നെപ്പോളിയനുമെതിരെ കരിങ്കൊടി പ്രയോഗങ്ങൾ നടന്നിട്ടുണ്ട്. അവരാരും ഇതുപോലെ പ്രതികരിച്ചിട്ടില്ല. പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CV രാജീവ് അധ്യക്ഷനായി. കുട്ടനാട് UDF ചെയർമാൻ ജോസഫ് ചേക്കോടൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ CB മൂലംകുന്നം, TD അലക്സാണ്ടർ, NC ബാബു, വിജയകുമാർ പൂമംഗലം, അപ്പച്ചൻ മുട്ടത്ത്, G സൂരജ്, പ്രൊഫസർ MG രാജഗോപാലൻ, ആഷ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സൗത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടത്വ ടൗണിൽ നടന്ന പ്രകടനവും പ്രതിഷേധ യോഗവും KPCC വിചാർ വിഭാഗ് ചെയർമാൻ നെടുമുടി ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ തിരുവനന്തപുരത്തെ സമരപരിപാടികളുണ്ടായിരുന്നു, കേരളം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ വരെ വന്ന് സംബന്ധിച്ചയാളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. അവിടെ ഒന്നും പോയി അറസ്റ്റ് ചെയ്യണ്ടായിരുന്നു, അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. അതിരാവിലെ കൊച്ചു വെളുപ്പാങ്കാലം എന്ന് നമ്മൾ പറയുന്ന ആ സമയത്ത് സ്വന്തം വീട്ടിലെ ആ അമ്മയുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്യണമെന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശവും തീരുമാനം. കോൺഗ്രസ് കുട്ടനാട് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് മാത്യു പഞ്ഞിമരം അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ടിജിൻ ജോസഫ്, അൽഫോൻസ് ആന്റണി, KV ചാക്കോ, വർഗീസ് കോലത്ത് പറമ്പ്, ജോയി ചക്കനാട്, സൈറിഷ് ജോർജ്, ബെസ്റ്റൻ തോമസ്, ജിൻസി ജോളി, മിനി മന്മഥൻ നായർ, ലിജി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കടക്കെണി മൂലം ആത്മഹത്യ ചെയ്ത കർഷകൻ പ്രസാദിന്റെ വായ്പ കുടിശ്ശിക സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ BJP പ്രവർത്തകർ സമരം നടത്തി. വായ്പാ തുക പൂർണ്ണമായി അടച്ചു തീർക്കാൻ സുരേഷ് ഗോപി നൽകിയ പണവുമായി BJP പ്രവർത്തകർക്കൊപ്പമാണ് പ്രസാദിന്റെ ഭാര്യ ഓമനയും മക്കളും കോർപ്പറേഷൻ ഓഫീസിലെത്തിയത്. വായ്പാ തിരിച്ചടവ് മരവിപ്പിച്ചുവെന്ന് പറഞ്ഞ് പണം സ്വീകരിച്ചില്ല. MD അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടും കുടിശ്ശിക അടച്ചു തീർക്കാൻ അനുവദിക്കാതിരുന്ന സാഹചര്യത്തിലാണ് പ്രസാദിന്റെ കുടുംബവും BJP പ്രവർത്തകരും ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. പ്രസാദിന്റെ കുടുംബത്തോട് സർക്കാർ കാണിക്കുന്ന ക്രൂരതയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് MV ഗോപകുമാർ പറഞ്ഞു. കടക്കെണി മൂലം കൃഷി നശിച്ച് ആത്മഹത്യ ചെയ്ത ഒരു കർഷകനെ അവന്റെ മരണത്തിന് ശേഷം പോലും വേട്ടയാടുകയാണ്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുള്ള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിലേക്ക് അടയ്ക്കാനുള്ള കുടിശ്ശിക എത്തി നോട്ടീസ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ അടയ്ക്കാൻ വേണ്ടി ഇവിടെ വന്നത്. ആരാധനായിട്ടുള്ള നമുക്കെല്ലാം അറിയാം, ജനങ്ങളെ എല്ലാം സഹായിക്കാൻ തയ്യാറുള്ള പ്രിയപ്പെട്ട സുരേഷ് ഗോപി, അദ്ദേഹം ഈ കുടുംബത്തെ സഹായിക്കാൻ തയ്യാറായി. അദ്ദേഹം ഏൽപ്പിച്ചു വിട്ട ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകളും ഈ ഓമന എന്ന് പറയുന്ന പ്രസാദിന്റെ ഭാര്യയും മക്കളും ഇവിടെ പണമടയ്ക്കാൻ വന്നിട്ട് ഇപ്പോ സർക്കാർ പറയുന്നത് ആ നടപടി മരവിപ്പിച്ചു. എന്ത് നടപടിയാണ് മരവിപ്പിച്ചപ്പോ എന്ന് ചോദിച്ചപ്പോ അത് പിന്നെ തിരിച്ചടയ്ക്കുന്ന നടപടിയാണ് മരവിപ്പിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി മുൻ MP അദ്ദേഹം സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന്
പണം ഏൽപ്പിച്ച് അത് അടയ്ക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇവിടെ വന്നപ്പോ കുടിശ്ശിക അല്ലെങ്കിൽ ആ വായ്പ റദ്ദാക്കി അവരുടെ ആധാരം തിരിച്ചു കൊടുക്കുക അതിനവർ തയ്യാറല്ല. ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധൻ, ഗോപൻ ചെന്നിത്തല, കണ്ണൻ തിരുവമ്പാടി, ശിവരാജൻ, ആലപ്പുഴ നഗരസഭാ കൗൺസിലർ ഹരികൃഷ്ണൻ, സുമിത്ര ആർ ഹരി തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. സുരേഷ് ഗോപിയും പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനും തമ്മിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വായ്പ പൂർണ്ണമായി എഴുതിത്തള്ളുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി സമരക്കാർ അറിയിച്ചു. ഇതിനെ തുടർന്നാണ് സമരം 2 മണിയോടെ അവസാനിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികൾ സമൂഹത്തിന്റെ എല്ലാ തട്ടുകളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര കുട്ടനാട്ടിൽ പര്യടനം ആരംഭിച്ചു. വെള്ളിയാഴ്ച തലവടി, മുട്ടാർ പഞ്ചായത്തുകളിലായിരുന്നു പരിപാടി. തലവടി ഗ്രാമപഞ്ചായത്തിൽ ഫെഡറൽ ബാങ്ക് തലവടി ശാഖയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണ സമ്മേളനം. ബ്രഹ്മശ്രീ പട്ടമന നീലകണ്ഠര് ആനന്ദ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരതീയൻ എന്നുള്ള ആ ആത്മബോധവും ആ സത്വവും സ്വത്വവും എന്തുകൊണ്ട് നമുക്കുണ്ടാകുന്നില്ല? വർഷങ്ങൾ കൂടിയിട്ട് ഭാരതത്തെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രമാക്കി മാറ്റാൻ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ആര് വേണേലായിക്കോട്ടെ, ഏത് ചായക്കടക്കാരനായിക്കോട്ടെ, പക്ഷേ ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അതിന് കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മനുഷ്യനാന്ന് പറയുന്നത്? മനനം ചെയ്യാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. നല്ലതിനെയും ചീത്തയെയും വേർതിരിച്ചു കണ്ട് നല്ലതിനെ സ്വീകരിക്കാൻ കഴിയുന്നതിനെയാണ് മനനം ചെയ്യുക എന്ന് പറയുന്ന വാക്കിലൂടെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് ഇനിയെങ്കിലും ഈ മനസ്ഥിതികൾ മാറ്റുക. BLBC കൺവീനർ PK പ്രേമ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്, ഗ്രാമപഞ്ചായത്ത് അംഗം ബിനു സുരേഷ്, ഫെഡറൽ ബാങ്ക് മാനേജർ ലാബ്ലു തോമസ്, കൃഷി വിജ്ഞാൻ കേന്ദ്ര പ്രതിനിധി ഡോക്ടർ ലേഖ, ഫാക്ട് പ്രതിനിധി രേഷ്മ, കൃഷി ഓഫീസർ രാജകൃഷ്ണൻ, സാമ്പത്തിക സാക്ഷരതാ കൗൺസിലർ ഗോപാലകൃഷ്ണൻ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ശാഖാ മാനേജർ അനീഷ് KC തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സ്കീമുകളിലായി 13.46 ലക്ഷം രൂപയുടെ ലോൺ അനുമതി പത്രങ്ങൾ വിതരണം ചെയ്തു. ഫാക്ട് പ്രതിനിധി രേഷ്മ നാനോ യൂറിയ സമീകൃത വളപ്രയോഗം, ഡ്രോൺ ഉപയോഗം എന്നിവ വിവരിച്ചു. HLL ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ സ്റ്റാളുകളിട്ട് പദ്ധതികൾ വിശദീകരിച്ചു. സാമ്പത്തിക സാക്ഷരതാ കൗൺസിലർ ഗോപാലകൃഷ്ണൻ സങ്കല്പ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മികച്ച കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. മുട്ടാർ ഫെഡറൽ ബാങ്ക് അങ്കണത്തിൽ ഉച്ചകഴിഞ്ഞ് 2:30 ആരംഭിച്ച സമ്മേളനം ഗ്രാമപഞ്ചായത്ത് അംഗം MO ലതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തുവാനും കഴിഞ്ഞ കാലം വരെ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിരുന്ന അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ആൾക്കാരെ റീഎൻജോയിങ് ചെയ്യുവാനും സാധാരണപ്പെട്ട ആളുകളിലേക്ക് ഗുണഫലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടും കൂടി നടത്തുന്ന ഈ യാത്രയിൽ ആലപ്പുഴ ജില്ലയിൽ 75 പഞ്ചായത്തുകളിൽ 30-ലധികം പഞ്ചായത്തുകൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര പദ്ധതികൾ, ഇത് ഏത് പദ്ധതിയായാലും അതിൻ്റെ ഗുണഭോക്താക്കളുടെ കയ്യിലേക്ക് ഡയറക്റ്റ് എത്തുക എന്നുള്ളൊരു സദുദ്ദേശപരമായ തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലും ഈ സങ്കല്പയാത്ര എത്തിയിരിക്കുന്നത്. ഫെഡറൽ ബാങ്ക് മുട്ടാർ ശാഖാ മാനേജർ വിനീത അധ്യക്ഷത വഹിച്ചു. കർഷകൻ PA തോമസ് റാമ്പിക്കലിനെ പഞ്ചായത്ത് അംഗം ശശികല സുനിൽ ആദരിച്ചു. കിസാൻ സമ്മാൻ, മുദ്ര ലോൺ, സുകന്യ സമൃദ്ധി, സൗജന്യ ഗ്യാസ് കണക്ഷൻ, കൃഷി വായ്പ എന്നിവയുടെ വിതരണവും നടന്നു. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥ VV വിജിത, കൃഷി വിജ്ഞാൻ കേന്ദ്രം പ്രതിനിധി G ലേഖ, ഫാക്ട് പ്രതിനിധി രേഷ്മ രാധാകൃഷ്ണൻ, മാത്യൂസ് കറിയ, നീതു ജോസഫ്, ആൻഡോ കുര്യൻ, അരുൺ എന്നിവർ സംസാരിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാന്നാർ മേഖലാ സമ്മേളനം നടന്നു. മാന്നാർ കൊച്ചിൻ കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനം COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ വിവിധ തലങ്ങളിൽ ബിസിനസ്സിൽ മുൻപിൽ നിൽക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ടേണോവറുള്ള കമ്പനികളെ നിയന്ത്രിക്കുന്ന ഉടമകളായിട്ടുള്ള അതിന്റെ സംഘടനയുടെ അംഗങ്ങളാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കമ്പനിയിൽ ഷെയർ തരുമോ, ഷെയർ കിട്ടുമോ? ഞാൻ പറയാൻ അങ്ങനെ കിട്ടില്ല. ഇന്ന് വരെ ഈ സംഘടനയുടെ അംഗത്വത്തിൽപ്പെടാത്ത ഒരാൾക്ക് പോലും നമ്മുടെ കമ്പനിയുടെ ഒരു ഓഹരി പോലും നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ അതുകൊണ്ടാണ് ഈ കൃത്യമായ മാനദണ്ഡങ്ങൾ, കൃത്യമായ നിബന്ധനകൾ നമ്മുടെ സംഘടനയുടെ അംഗത്വത്തിന് വേണ്ടി നാം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ മറ്റ് സംഘടനകളെ പോലെ വെറുതെ വന്ന് കയറാൻ പറ്റുന്ന വഴിയമ്പലങ്ങളല്ല COA എന്ന് പറയുന്നത്.
COA മേഖലാ പ്രസിഡന്റ് കലാലയം ഗോപാലകൃഷ്ണപിള്ള അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി അൻഷാദ് മേഖലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ സുധീൻ P. സുകുമാരൻ സാമ്പത്തിക റിപ്പോർട്ടും വിജയമോഹനൻ ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ഷിബു ജില്ലാ അവലോകന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു, ജില്ലാ ട്രഷറർ മോഹനൻ പിള്ള, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോജി ജോസഫ്, ബിനു ഭരതൻ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി കലാലയം ഗോപാലകൃഷ്ണനെയും സെക്രട്ടറിയായി PJ അൻഷാദിനെയും ട്രഷററായി സുധീൻ P. സുകുമാരനെയും തെരഞ്ഞെടുത്തു. രാജേഷ് കുമാറാണ് വൈസ് പ്രസിഡന്റ്. ജോയിന്റ് സെക്രട്ടറിയായി വിജയകുമാർ ചുമതലയേറ്റു. കൈനഗിരി ഗ്രാമപഞ്ചായത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ പാഠ്യേതര നിലവാരം ഉയർത്തുന്നതിനായി അക്കാദമിക് പരിശീലനവും കലാകായിക പരിശീലനവും നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായുള്ള സ്കൂൾ കോംപ്ലക്സ് നിർവഹണ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടന്നു. കൈനഗിരി ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗിറ്റാർ, കീബോർഡ്, വയലിൻ, സംഗീത പഠനം എന്നിവയും നീന്തൽ പരിശീലനവും ആരംഭിച്ചത്. അംഗീകൃത പരിശീലകരെ നിയമിച്ച് വെക്കേഷൻ കാലത്തും പരിശീലനം നൽകുവാനാണ് തീരുമാനം. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി മത്സരങ്ങൾ സംഘടിപ്പിക്കുക, പഠന മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ ആദരിക്കുക എന്നിവയും ലക്ഷ്യമാണ്. ഇതിന്റെ ഭാഗമായുള്ള സ്കൂൾ കോംപ്ലക്സ് നിർവഹണ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു നിർവഹിച്ചു. 2022-27 അവസാനിക്കുന്ന 14ാം പഞ്ചവത്സര പദ്ധതിയുടെ 3ാമത്തെ വർഷത്തിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ 2ാമത്തെ വർഷം മുതൽ ഈ ഒരു പ്രവർത്തനത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കൈനഗിരി ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്തു എന്നത് വളരെ ഒരു അംഗീകാരം നൽകുന്ന കാര്യം തന്നെയാണ്. കാര്യം എല്ലാവരും റോഡുകളും തോടുകളും കാണകളും ഒക്കെയാണ് വികസനം എന്ന് കാണുമ്പോൾ അതല്ല, നമ്മുടെ വരുന്ന തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുത്തുകൊണ്ട് പോകുക എന്നത് തന്നെയാണ് വികസനത്തിൻ്റെ ആദ്യപടിയെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ചടങ്ങ് ഏറ്റെടുക്കുവാനായിട്ട് ആ ഭരണസമിതിയെ പ്രേരിപ്പിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളിത് ഏറ്റെടുത്തെങ്കിലും അതിൻ്റെ ഒട്ടനവധി കടമ്പകൾ കടക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പദ്ധതി ഇപ്പോൾ ഇന്ന് ഈ 2023-24 പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് ഇവിടെ ആരംഭിക്കുകയാണ്. EMS കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കൈനഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് പ്രസീത മിനിൽ കുമാർ, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല സജീവ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ KA പ്രമോദ്, നോബിൻ P. ജോൺ, സബിത മനു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, CDS ചെയർപേഴ്സൺ തങ്കമണി അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റ് MC പ്രസാദിന്റെ ഗാനാലാപനത്തോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത്. ചങ്ങനാശ്ശേരി പ്രസ് ക്ലബ് രജത ജൂബിലി ആഘോഷങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമായി. MG യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ജേർണലിസം ഡയറക്ടർ ഡോക്ടർ ലിജിമോൾ P. ജേക്കബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ റീസെന്റ് ഇയേഴ്സിൽ നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ അടുത്ത കാലഘട്ടത്തിൽ 4 ലക്ഷത്തോളം കർഷക ആത്മഹത്യകൾ കഴിഞ്ഞിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഡെവലപ്മെന്റ് ഓറിയന്റഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരിക്കൽ ഒരു സുഹൃത്ത്, ഒരു ഫിലിം ഡയറക്ടർ വയനാട്ടിൽ ഒരു ഷൂട്ടിങ്ങിന് പോയപ്പോൾ പറയുകയാണ്, മണ്ണ് തിന്നുന്ന വിശപ്പടക്കുന്ന കുഞ്ഞിനെ കണ്ടുപോയി. മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എത്ര വിദ്യ നേടിയാലും വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആള്. സമ്മേളനത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് K. വിപിൻ രാജ് അധ്യക്ഷനായി. സെക്രട്ടറി MA സജാദ്, ട്രഷറർ സജികുമാർ തിനപ്പറമ്പിൽ, സംഘാടക സമിതി ചെയർമാൻ ഷിജു S. നായർ, സെമിനാർ കമ്മിറ്റി കൺവീനർ ജോസുകുട്ടി കുട്ടമ്പേരൂർ, രാജ അബ്ദുൾ ഖാദർ, ആശ കുട്ടപ്പൻ, സുഭാഷ് ലാൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. 1998 രൂപം കൊണ്ട പ്രസ് സെന്റർ എന്ന സംഘടനയാണ് പിന്നീട് പ്രസ് ക്ലബ്ബായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വന്നത്. രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കുട്ടികളുടെ പ്രസംഗ മത്സരവും മാധ്യമ സെമിനാറും സംഘടിപ്പിച്ചിരുന്നു. മാധ്യമരംഗത്തെ നൂതന പ്രവണതകളും സാമൂഹിക മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ വെള്ളിയാഴ്ചയും സെമിനാർ നടന്നു. ശനിയാഴ്ച രാവിലെ 10 നടക്കുന്ന രജത ജൂബിലി സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ഉദ്ഘാടനം ചെയ്യും. കൊടിക്കുന്നിൽ സുരേഷ് MP, അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ജോബി തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കും.
വെളിയനാട് ഗ്രാമപഞ്ചായത്ത് 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2024-25 വാർഷിക പദ്ധതി രൂപീകരണ വികസന സെമിനാർ നടന്നു. കിടങ്ങറ സെന്റ് ഗ്രിഗോറിയസ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന സെമിനാർ വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. വാർഷിക പദ്ധതിയുടെ കരട് രേഖ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ആശ മനോജ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് PM അഭിലാഷ്, ബ്ലോക്ക് മെമ്പർ MV വിശ്വംഭരൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ KS വിനീഷ്, സഞ്ജു ബിനോജ്, പഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി സാജുമോൻ പത്രോസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K. മോഹൻലാൽ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ രമ്യ സന്തോഷ് എന്നിവർ സംസാരിച്ചു. അതേസമയം നെടുമുടി ഗ്രാമപഞ്ചായത്തിലെ വികസന സെമിനാർ പ്രതിപക്ഷ അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെച്ചു. വികസന സെമിനാർ നിയമം ലംഘിച്ചാണ് വിളിച്ചു ചേർത്തതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഗ്രാമസഭകളിലെ നിർദ്ദേശങ്ങൾ ജനറൽ കമ്മിറ്റി അംഗീകരിച്ചതിന് ശേഷം വേണം വികസന സെമിനാർ നടത്താൻ. എന്നാൽ ജനറൽ കമ്മിറ്റി ചേരാതെ വികസന സെമിനാർ നടത്താൻ ശ്രമിച്ചതിനെയാണ് പ്രതിപക്ഷ അംഗങ്ങൾ ചോദ്യം ചെയ്തത്. ജനറൽ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയും കോൺഗ്രസ് അംഗവും ചേർന്ന് അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ചും പ്രതിഷേധമുണ്ടായി. കരട് പട്ടിക കമ്മിറ്റി അംഗീകരിച്ചിട്ടില്ല, അതൊരു പോരായ്മ തന്നെയാണ്. തീർച്ചയായിട്ടും കമ്മിറ്റിയിൽ വെച്ച് അംഗീകരിച്ചതിന് ശേഷം വികസന സെമിനാർ ഉണ്ടായിരിക്കുന്നതായിരിക്കും. തകഴിയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ KG പ്രസാദിന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി സോണിച്ചൻ പുളുങ്ങുന്നു. മുഴുവൻ കടങ്ങളും എഴുതിത്തള്ളണമെന്നും കുടുംബത്തിലൊരാൾക്ക് ജോലി നൽകണമെന്നും സോണിച്ചൻ ആവശ്യപ്പെട്ടു. 2023 നവംബർ 11-ാം തീയതി തകഴി കുന്നുമ്മയിൽ ആത്മഹത്യ ചെയ്ത നെൽകർഷകനെ നമ്മൾ വിസ്മരിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, സഹോദര ഞാനൊരു പരാജയമാണ്. അതിനുശേഷമാണ് ആത്മഹത്യക്ക് അദ്ദേഹം വിധേയനായത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്ന് നെൽകർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രതകളുടെ ബാക്കിപത്രമാണത്. അങ്ങനെ ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യന് പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് ജപ്തി നോട്ടീസ് ലഭിച്ചു എന്നറിഞ്ഞത് എത്രമാത്രം വേദനാജനകമാണ്. നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ഭരണ നേതൃത്വം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എന്തുകൊണ്ടാണ് ശുഷ്കാന്തി കാണിക്കാത്തത്? ആ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നുവെന്ന് എല്ലാവരും പറയുകയും എന്നാൽ ആ മനുഷ്യന്റെ മരണത്തിന് ശേഷം പാടെ വിസ്മരിക്കുകയും ചെയ്തതിന്റെ ഏറ്റവും വലിയ ദുരനുഭവമല്ലേ ഇത്? ഇപ്പോൾ ബഹുമാന്യനായ മന്ത്രി ഇടപെട്ട് ആ ജപ്തി നടപടിയിൽ പരമാവധി ഇളവ് നൽകും എന്ന് പറഞ്ഞത് ആശ്വാസജനകമാണ്. എന്നാലും നമ്മൾ ഈ പരമാവധി എന്ന് പറയുന്നത് എത്രമാത്രമായിരിക്കും എന്നുള്ളതിനെപ്പറ്റി ആർക്കും ഒന്നും പറയാനാവാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നെൽകർഷക സംരക്ഷണ സമിതിക്ക് ഈ ഒരു വിഷയത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്, ആ കർഷകൻ്റെ മുഴുവൻ കടങ്ങളും എഴുതിത്തള്ളി ആ കുടുംബത്തിലെ ഒരു അംഗത്തിന് ജോലി നൽകി ആ കുടുംബത്തിനെ സംരക്ഷിക്കണം. മങ്കമ്പ് ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും തെക്കേക്കര ഗവൺമെന്റ് സ്കൂളിലേക്കുള്ള റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടത് യാത്രക്കാരെ വലയ്ക്കുന്നു. AC റോഡിൽ നിന്നും ആരംഭിച്ച് മങ്കൊമ്പ് തെക്കേക്കര ഗവൺമെന്റ് സ്കൂളിലേക്കുള്ള റോഡിലാണ് വലിയ കുഴി അപ്രതീക്ഷിതമായി രൂപപ്പെട്ടത്. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 20 മീറ്റർ മാറി AC കനാൽ ഭാഗത്താണ് ഇത് സംഭവിച്ചത്. സ്കൂളിലേക്കുള്ള കുട്ടികളടക്കം നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന വഴിയാണിത്. ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകാമെങ്കിലും അപകടം പതിയിരിക്കുന്നതിനാൽ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നടന്നു. അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘമാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ദൃശ്യങ്ങളിലേക്ക്. സമൂഹ പെരിയോൻ N. ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ചടങ്ങുകൾ. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ 300ഓളം സ്വാമിമാർ ഇതിൽ പങ്കെടുത്തു. മാനത്ത് തെളിയുന്ന നക്ഷത്രം സാക്ഷിയാക്കിയാണ് ആലങ്കാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായ എരുമേലി പേട്ടതുള്ളൽ കാണാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നത്. രാമഗിരി കൃഷിഭവന് കീഴിലെ അഞ്ചുമനിക്കൽ ആശാരിപറമ്പ് പാടശേഖരത്തിൽ 20 HP-യുടെ മോട്ടോർ പമ്പ് സ്ഥാപിച്ചു. സ്വിച്ച് ഓൺ കർമ്മം കഴിഞ്ഞ ദിവസം നടന്നു. രാമഗിരി ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡ് മെമ്പർ മോൾജി രാജേഷ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. എഞ്ചിനീയർമാരായ ജയപ്രകാശ്, ഷൈൻ, രാമഗിരി കൃഷി ഓഫീസർ GR രാഖി, പാടശേഖര സമിതി സെക്രട്ടറി KV രാധാകൃഷ്ണൻ, പ്രസിഡന്റ് CC മോനി, കൺവീനർ PP സുദർശൻ എന്നിവർ സംസാരിച്ചു. കുട്ടനാടിന്റെ പാതുവ എന്നറിയപ്പെടുന്ന മുട്ടാർ സെയിന്റ് തോമസ് കുമരഞ്ചിറ ദേവാലയത്തിൽ വിശുദ്ധ അന്തോനീസിന്റെ പ്രധാന തിരുനാൾ ജനുവരി 14, 15, 16 തീയതികളിൽ ആചരിക്കും. ജനുവരി 14 ഞായറാഴ്ച രാവിലെ 6:45 തിരുനാൾ കൊടിയേറ്റ് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷം ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു വർഷമായിരുന്നു. കാരണം ഈ ഇടവക രൂപീകൃതമായിട്ട് 125 വർഷങ്ങൾ, അതായത് ഇടവകയുടെ ശതോത്തര രജിത ജൂബിലിയുടെ ഒരു ആഘോഷമായിരുന്നു ഈ ഒരു വർഷം. ഈ ഒരു വർഷം മുഴുവൻ
വിവിധങ്ങളായിട്ടുള്ള കർമ്മ പദ്ധതികളാൽ വിവിധ രീതികളിലുള്ളവരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഞങ്ങൾ നടത്തുകയായിരുന്നു. അതിൻ്റെ ഒരു സമാപനമാണ് ഈ തിരുനാളിൻ്റെ ഈ വേളയിൽ നമ്മൾ നടത്തുക. അപ്പോൾ ഈ ജൂബിലിയുടെ സമാപനവും ഇടവക തിരുനാളും കൂടെ സംയുക്തമായിട്ട് നമ്മൾ നടത്തുമ്പോൾ അതിൻ്റെ സമാപന ദിവസം, അതായത് ജനുവരി മാസം 14-ാം തീയതിയാണ് ശതോത്തര രജത ജൂബിലിയുടെ സമാപനവും ഈ ഇടവകയുടെ ഇടവക ദിനവുമായിട്ട് സംയുക്തമായിട്ട് കൊണ്ടാടുന്നത്. ഞായറാഴ്ച രാവിലെ 6:20 സപ്ര പ്രാർത്ഥനയോടെ പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന തിരുനാൾ കൊടിയേറ്റ്, പരിശുദ്ധ കുർബാന, പ്രസിദ്ധന്തി വാഴ്ച എന്നീ ചടങ്ങുകൾക്ക് മാർ തോമസ് പാടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 5-ന് ശതോത്തര രജത ജൂബിലി സമാപന സമ്മേളനം ആരംഭിക്കും. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ മന്ത്രി വി എൻ വാസവൻ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ജനുവരി 15 തിങ്കളാഴ്ച സൗഹാർദ്ദ ദിനമായി ആചരിക്കും. തിരുനാൾ ദിനമായ ജനുവരി 16 ചൊവ്വാഴ്ച രാവിലെ 5:45-ന് സപ്ര പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ ആരംഭിക്കും. 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികനാവും. തിരുനാൾ ആചരണത്തിന് സമാപനം കുറിച്ച് വൈകിട്ട് 6:30-ന് കൊടിയിറങ്ങുമെന്ന് വികാരി ഫാദർ ജോസഫ് കട്ടപ്പുറം, കൈക്കാരന്മാരായ PV ഫിലിപ്പോസ് പറയക്കളം, ആന്റണി വർഗീസ് ചുങ്കപ്പുര എന്നിവരും മറ്റു ഭാരവാഹികളും അറിയിച്ചു. അമ്പലപ്പുഴ നവരാക്കൽ ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി പന്തൽ കാൽനാട്ട് കർമ്മം നടന്നു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉപദേശക സമിതി മുൻ പ്രസിഡന്റ് മധു P. ദേവസ്വം പറമ്പിൽ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. ജനുവരി 17-ാം തീയതി മുതൽ 22-ാം തീയതി വരെ 26-ാം തീയതി വരെ നടക്കുന്ന തൈപ്പൂയ മഹോത്സവത്തിൻ്റെ കാൽനാട്ട് കർമ്മം ഈ ഭഗവത് സന്നിധിയിൽ നടത്തുവാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം. അതേപോലെ തന്നെ അമ്പലപ്പുഴ ക്ഷേത്രത്തോളം തന്നെ പഴക്കമുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അമ്പലപ്പുഴയിൽ നമുക്കറിയാം, നൂറുകണക്കിന് ഭക്തന്മാരാണ് ഈ ക്ഷേത്രത്തിൽ എത്തുന്നത്. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ ഒരുപാട് സഹായങ്ങൾ കിട്ടി, ഒരുപാട് പ്രവർത്തനങ്ങൾ ഇന്നും ഈ ക്ഷേത്രത്തിൽ തീരുവാനുണ്ട്. അതിന് നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ആവശ്യങ്ങൾ ക്ഷേത്രത്തിൻ്റെ അധികാരികളെ, ദേവസ്വം ബോർഡിൻ്റെ അധികാരികളെ അറിയിച്ചുകൊണ്ട് നല്ല മനസ്സുള്ള ഭക്തന്മാരെ കോർത്തിണക്കിക്കൊണ്ട് ഇവിടുത്തെ കമ്മിറ്റിക്കും അതിലുപരി അതിനുവേണ്ടി മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി, ഉപദേശക സമിതി പ്രസിഡന്റ് G. ബാലമുരളി, വൈസ് പ്രസിഡന്റ് S. ജൂഡി, സെക്രട്ടറി AR. വിഷ്ണു, ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ AR. കണ്ണൻ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 17 മുതൽ 26 വരെയാണ് ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവം നടക്കുന്നത്. നെടുമുടി മേരിക്കയിൽ ചർച്ച് പരിശുദ്ധ പൊള്ളയിൽ മാതാവിന്റെ രാജ്ഞിത്വ തിരുനാളിന് കൊടികയറി. വ്യാഴാഴ്ച വൈകിട്ട് 4:30 നടന്ന ജപമാലയ്ക്ക് ശേഷമായിരുന്നു കൊടിയേറ്റ്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുനാളിന് ആരംഭം കുറിച്ചുകൊണ്ട് ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക ദയാപൂർവം ആശീർവദിക്കണമേ. കൊടിയേറ്റിന് ശേഷം നടന്ന നൊവേന, ദിവ്യബലി എന്നീ തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ഗ്രിഗറി കൂട്ടുമേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഐസക് പടിഞ്ഞാറേക്കുറ്റ്, പാരിഷ് കൗൺസിൽ സെക്രട്ടറി ജിബിൻ വർഗീസ് തറയിൽ, തിരുനാൾ കമ്മിറ്റി കൺവീനർ ജോബിൻ ചാക്കോ എന്നിവർ നേതൃത്വം നൽകി. സമാപന ദിവസമായ ജനുവരി 14 ഞായറാഴ്ചയാണ് രാജ്ഞിത്വ മഹോത്സവം. രാവിലെ 10-ന് തിരുനാൾ ദിവ്യബലിയും സെന്റ് മേരീസ് കുരിശടിയിലേക്ക് പ്രദക്ഷിണവും തുടർന്ന് കൊടിയിറക്കും നടക്കും. വിദേശത്ത് ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ യുവാവിനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം മണർകാട് മാലം താഴത്തെ മുറിയിൽ വീട്ടിൽ കുര്യൻ മാത്യുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒമാൻ, ദുബായ് എന്നിവിടങ്ങളിലേക്ക് വിസ നൽകാമെന്ന് പറഞ്ഞ് എണ്ണക്കാട് സ്വദേശികളായ 4 പേരിൽ നിന്നായി 2 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായാണ് കേസ്. പണം നൽകിയവർ വിവരങ്ങൾ തിരക്കുന്നതിനായി ഫോണിൽ പലതവണ ബന്ധപ്പെട്ടിട്ടും പ്രതികരിച്ചിരുന്നില്ല. തുടർന്ന് മറ്റൊരു ഫോണിൽ നിന്ന് വിളിച്ച് ഒരു വിസ വേണമെന്ന് ആവശ്യപ്പെടുകയും അതിനായി 1 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാന്നാറിലെത്തിയ കുര്യൻ മാത്യുവിനെ ആളുകൾ തടഞ്ഞുവെക്കുകയുമായിരുന്നു. തുടർന്ന് മാന്നാർ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾക്കെതിരെ കായംകുളം, പയ്യന്നൂർ, കാസർഗോഡ് സ്റ്റേഷനുകളിൽ സമാനമായ കേസുകളുണ്ടെന്ന് കണ്ടെത്തി. മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ജോസ് മാത്യു, SI അഭിരാം CS എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചെന്നിത്തലയിൽ ഗുണ്ടാസംഘങ്ങൾ വീണ്ടും തലവെക്കുന്നു. യുവാവിനെ ക്രൂരമർദ്ദനം, ഒരാൾ അറസ്റ്റിൽ. ഇടക്കാലത്ത് ഒതുങ്ങി നിന്നിരുന്ന ഗുണ്ടാസംഘങ്ങൾ ചെന്നിത്തലയിൽ വീണ്ടും തലപൊക്കുകയാണ്. കാരാഴ്മ കിഴക്ക് പ്രദേശം കേന്ദ്രീകരിച്ചാണ് വീണ്ടും ഗുണ്ടാസംഘങ്ങൾ തലപൊക്കുന്നത്. കഴിഞ്ഞ ദിവസം കാരാഴ്മ കിഴക്ക് കളീക്കൽ വിനീതിനെ 2-അംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയായ കാരാഴ്മ കിഴക്ക് പൂയപ്പള്ളിൽ ജോൺസൺ, മാവേലിക്കര പുതിയകാവ് വിഷ്ണുഭവനിൽ ജിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്രൂരമർദ്ദനം. മർദ്ദനത്തിൽ പരിക്കേറ്റ വിനീത് ചികിത്സയിലാണ്. 2-ാം പ്രതി ജിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജോൺസൺ ഉടൻ പിടിയിലാകുമെന്നാണ് സൂചന.
ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5745 രൂപ, പവന് 45,960 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.